നാളെ നമ്മൾ നമ്മോട് തന്നെ ചോദിക്കാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരിക്കും. നിന്റെ കാലത്തായിരുന്നു മനുഷ്യലോകം ഇതുവരെ കാണാത്ത ഏറ്റവും ക്രൂരമായ വംശഹത്യ നടന്നത്. അന്ന് നീ അല്ലെങ്കിൽ ഞാൻ എന്തു ചെയ്തു എന്നുള്ളത്. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഫലസ്തീൻ എന്നുള്ളത് നമ്മുടെ സ്വന്തം സഹോദരങ്ങളാണ്. ഫലസ്തീനിൽ മരിച്ചു വീഴുന്നത് നമ്മുടെ മക്കളാണ്, നമ്മുടെ ഉമ്മമാരാണ്, നമ്മുടെ ഉപ്പമാരാണ്. അവരെ നമുക്ക് മറക്കാൻ കഴിയുമോ? ഒരിക്കലുമില്ല. ഈ വരുന്ന ഒക്ടോബർ 7 ഫലസ്തീനിൽ ഇസ്രായേൽ നരഹത്യ തുടങ്ങിയിട്ട് 2 ആണ്ട് പൂർത്തിയാവുകയാണ്. ഈയിടക്ക് നമ്മൾ എന്താണ് ഫലസ്തീനു വേണ്ടി ചെയ്തത് എന്ന് നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക. അതെ, നമ്മളൊന്നും ചെയ്തിട്ടില്ല. നമുക്ക് എങ്ങനെയെല്ലാം ഫലസ്തീനിനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും? പ്രതിഷേധം സംഘടിപ്പിക്കാം, പ്രകടനങ്ങൾ നടത്താം. പല യൂറോപ്യൻ രാജ്യങ്ങളിലും വലിയ വലിയ പ്രകടനങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് സജീവമല്ല. എന്നാലും നമുക്ക് മറ്റേതെല്ലാം രൂപത്തിൽ പലസ്തീനെ സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും, ഇസ്രായേലിനെ എതിർക്കാൻ സാധിക്കും. അതിനുള്ള മാർഗങ്ങൾ പലതുണ്ട്. ഇന്ന് സോഷ്യൽ മീഡിയ ഒരു ഗ്രാമം പോലെ വ്യാപിച്ചു കിടക്കുന്ന സമയത്തും നമ്മൾ എന്തുകൊണ്ടത് യൂസ് ചെയ്യുന്നില്ല? വാട്സപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ യൂട്യൂബിലോ നമ്മളൊന്നും ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടില്ല. ഇന്ന് ഫലസ്തീനാണ് ഈ അവസ്ഥയെങ്കിൽ നാളെ ചിലപ്പോൾ നമ്മൾക്കായിരിക്കാം ഇങ്ങനെയുള്ള അവസ്ഥയുണ്ടാവുക. അതുകൊണ്ട് തന്നെ ഫലസ്തീനിനെ കഴിവിൻ്റെ പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു രൂപം ഇസ്രായേലി ഉൽപ്പന്നങ്ങളെ നമ്മൾ പൂർണ്ണമായും ബഹിഷ്കരിക്കുക എന്നുള്ളതാണ്. ഇസ്രായേൽ ഷെയറിലുള്ള ഇസ്രായേലിനെ ഫണ്ട് ചെയ്യുന്ന കമ്പനികൾ ഇന്ന് ധാരാളമാണ്. ആ കമ്പനി ലിസ്റ്റൊക്കെ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബോ ഗൂഗിളോ അല്ലെങ്കിൽ AI ചോദിച്ചാൽ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ലിസ്റ്റൊക്കെ കിട്ടും. അതൊക്കെ നോക്കിക്കൊണ്ട് നമുക്ക് വേണ്ടാത്ത നമ്മുടെ നാട്ടിൽ അവരുടെ എന്തെങ്കിലും കമ്പനികളോ ഏതെങ്കിലും പ്രൊഡക്റ്റോ ഉണ്ടെങ്കിൽ അതിനെല്ലാം ബഹിഷ്കരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. അപ്പോൾ ഉയർന്നൊരു ചോദ്യം, ഇങ്ങനെ നമ്മൾ കമ്പനികളെ ബഹിഷ്കരിച്ചത് കൊണ്ട് നമുക്ക് എന്താണ് നേട്ടം? കമ്പനിക്കത് ലാഭമല്ലേ? ഇവിടെ ആ വസ്തു വാങ്ങിയില്ല, ഇവിടെ വിറ്റില്ല എങ്കിൽ മറ്റു രാജ്യത്ത് പോയത് വിൽക്കാമല്ലോ. അത് ന്യായമായ ചോദ്യമാണ്. എന്നിരുന്നാലും അവർക്കൊരു അവയർനെസ് കൊടുക്കുന്നത് കൊണ്ട് സാധിക്കുമെന്നുള്ളതാണ്. 2005 BDS മൂവ്മെൻറ്റ്, അത് ബോയ്ക്കോട്ട് മൂവ്മെൻറ്റ് ആരംഭിക്കുന്നത്. അതിൻ്റെ ഏറ്റവും വലിയ ആസ്ഥാനം നിലനിൽക്കുന്നത് ഫലസ്തീനിലാണ്. ആഫ്രിക്കൻ രാജ്യങ്ങളിലും മറ്റു രാജ്യങ്ങളിലുമെല്ലാം അത് സജീവമായി നിലനിൽക്കുന്നുണ്ട്. ഇസ്രായേലി ഉൽപ്പന്നങ്ങളെയും ഇസ്രായേലി കമ്പനികളെയും നമ്മൾ ഇവിടെ ബഹിഷ്കരിക്കുന്നത് മൂലം അവർക്കൊരു അവയർനെസ് ലഭിക്കാനും അതുമൂലം നമ്മുടെ പ്രതിഷേധത്തിന് അവരെ അറിയിക്കാനും നമുക്ക് സാധിക്കുന്നതാണ്. നാളെ നമ്മൾ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും വലിയ ചോദ്യം ഇതായിരിക്കും. ഫലസ്തീൻ ജനങ്ങൾക്ക് വേണ്ടി നിന്റെ കാലത്ത് ജീവിച്ച, നിന്റെ കാലത്ത് മരണപ്പെട്ടു പോയ ഫലസ്തീനികൾക്ക് വേണ്ടി നീ എന്തു ചെയ്തു എന്നുള്ള ചോദ്യം. ആ ചോദ്യത്തിൽ നിന്ന് രക്ഷപ്പെടാനാണ് ഈ വീഡിയോ. നിങ്ങൾക്ക് ഇങ്ങനെ വീഡിയോ ചെയ്യാൻ ചിലപ്പോൾ സാധിക്കണം എന്നില്ല. നിങ്ങൾ കഴിയുന്നവരെന്തായാലും ചെയ്യണം. കഴിയാത്തവരാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ എങ്കിലും ഷെയർ ചെയ്ത് മറ്റുള്ളവരെ നിങ്ങൾ ഉത്ബോധിപ്പിക്കണം.